നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ റാലി നടത്തി. വിവിധ ദേവാലയങ്ങളിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി ഹൈവേ സുരക്ഷാ ജാഗ്രതാ സമിതിയും മോട്ടോർ വാഹന വകുപ്പും വലപ്പാട് പോലീസും തൃപ്പയാർ മേഖല ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനും സംയുക്തമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. തൃപ്പയാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ തൃപ്പയാർ ജോയിന്റ് RTO മഞ്ജുള ഫ്ളാഗ് ഓഫ് ചെയ്തു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ SI സാബു ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്പയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രീത അധ്യക്ഷയായി. തുടർന്ന് നടന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ റാലിക്ക് MVI തൃപ്പയാർ SRTO K ദിലീപ് കുമാർ, നിഷാന്ത് TG, റിബിൻ രാജ്, അബിൻ ഐസക്, ഹൈവേ സുരക്ഷാ PRO മിജു തളിക്കുളം, ജോയിന്റ് സെക്രട്ടറി രതീഷ്, ട്രഷറർ പോൾ ചാലിശ്ശേരി, പ്രവർത്തകരായ ജാബിർ തൃത്തല്ലൂർ, പ്രതാപൻ വാലത്ത്, AI മുഹമ്മദ് സാബിർ എന്നിവർ നേതൃത്വം നൽകി. ഹൈവേ സുരക്ഷാ ജാഗ്രതാ സമിതി സെക്രട്ടറി PK ജ്യോതിപ്രകാശ്, ഹൈവേ സുരക്ഷാ കോർഡിനേറ്റർ NK വിജയകുമാർ എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ NSS, NCC, നാട്ടിക ഗവൺമെന്റ് ഫിഷറി സ്കൂളിലെ NSS വളണ്ടിയർമാർ, തൃപ്പയാർ ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പ്രവർത്തകർ, തൃത്തല്ലൂർ സഹചാരി സെന്റർ ആംബുലൻസ് പ്രവർത്തകർ, തൃപ്പയാർ മേഖല ഡ്രൈവിംഗ് സ്കൂൾ ഭാരവാഹികൾ, നാട്ടിക ടോംസ് മോട്ടോഴ്സ് ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു. ഇന്നൊരു കാരണവശാലും ഒരാളുടെയും പുറകെ പോലീസ് ഫോളോ ചെയ്ത് വരില്ല. നമ്പർ കിട്ടിയില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്പർ കിട്ടിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബാക്കി പിന്നീട് നിങ്ങളിപ്പം ഒരാൾ വണ്ടി കൈ കാണിച്ച് നിർത്തിയില്ല, നിർത്താതെ പോയെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് വിതിൻ സെക്കൻഡ്സിനുള്ളിൽ ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പം ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ഒരു ഇത്. അപ്പോൾ ഞങ്ങൾ കണ്ടുവരുന്നത് ബൈക്കിലൊക്കെ 2 പേർക്ക് സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ. വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ ലതീഞ്ഞ നൊവേന, വിശുദ്ധ കുർബാന, പ്രസിദ്ധേന്തി വാഴ്ച എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ഫാദർ ജോയ് മാളിയേക്കൽ കാർമ്മികനായി. തിരുനാൾ ദിനത്തിൽ രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോസഫ് ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് കാർമ്മികത്വം വഹിച്ചു. രാത്രി 7 കൊച്ചിൻ കലാഭവന്റെ ഗാനമേള ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഏബിൾ ചെറമ്മൽ, ജനറൽ കൺവീനർ ആന്റണി പെരുമാടൻ, കൈക്കാരന്മാരായ ജോസഫ് പള്ളിക്കുന്നത്ത്, PTJ ഫ്രാൻസിസ്, KI ഫ്രെഡി എന്നിവർ നേതൃത്വം നൽകി. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. തിങ്കളാഴ്ച രാവിലെ ഉത്സവ ബലി നടക്കും. പ്രധാന ചടങ്ങായ പള്ളിവേട്ട ആഘോഷം ബുധനാഴ്ച നടത്തും. അന്നേ ദിവസം രാവിലെ മതിലിക്കകത്ത് ചെറുശ്ശേരി കുട്ടന്മാരുടെ പഞ്ചാരിമേളം, വൈകിട്ട് 3 തന്ത്രിയിലമായ കല്ലേലി താമരപ്പള്ളി മനയിലെ പറയെടുപ്പിന് ശേഷം പടിഞ്ഞാറ് നടപ്പുരയിൽ നിന്നും പല്ലശന മുരളിമാരാർ നയിക്കുന്ന പഞ്ചവാദ്യത്തോടുകൂടിയ കാഴ്ചശീവേലി ഉണ്ടാകും. പള്ളിവേട്ട എഴുന്നള്ളിപ്പിന് 5 ഗജവീരന്മാർ അണിനിരക്കും. രാത്രി 9 ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ആൽത്തറയിൽ പള്ളിവേട്ട, തുടർന്ന് തൃപ്പയാർ അനിയന്മാരാർ നയിക്കുന്ന പാണ്ടിമേളവും നടക്കും. ഫെബ്രുവരി 5 രാവിലെ 8 മണിക്ക് ക്ഷേത്രക്കുളത്തിൽ ഭഗവാന്റെ ആറാട്ട്, തുടർന്ന് കൊടിക്കൽപ്പറ, ആറാട്ട് പ്രദക്ഷിണം എന്നിവ നടക്കും. ആറാട്ട് ദിവസം രാവിലെ ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും ക്ഷേത്രസന്നിധിയിലേക്ക് കാളകളി, പാരമ്പര്യ കലാരൂപങ്ങൾ, വാദ്യഘോഷങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും.
ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരി, കല്ലേലി താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി രാഘവേന്ദ്ര ആചാര്യ എന്നിവർ കാർമ്മികത്വം വഹിക്കും. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകും. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനവും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമവും നടത്തി. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ KK ബാബു, BG അശോകൻ, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, PT ജോൺസൺ, വാസു വളാഞ്ചേരി, ടോണി അത്താണിക്കൽ, PS ആനന്ദൻ, ജോജു നെല്ലിശ്ശേരി, വേണു കൊച്ചത്ത്, സുനിത ബാബു, ജോജു തേക്കാനത്ത്, കവിത രാമചന്ദ്രൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, R പീതാംബരൻ, ജോസഫ് പള്ളിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. ലോകത്തിന് മുന്നിൽ ഇന്ത്യ നൽകിയിട്ടുള്ള ഒരു സംസ്കാരം തന്നെയാണ് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ അപ്പനെ അച്ഛനെ പിതാവ് എന്ന് വിളിക്കുന്നത്? നമുക്ക് ജന്മം നൽകിയ ആളെന്ന നിലയിലും നമുക്ക് ജീവിതം നൽകിയ ആളെന്ന നിലയിലുമാണ് നമ്മുടെ അച്ഛനെയും അപ്പനെയും നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്നത്. ലോകത്തിലൊരു പക്ഷേ അപൂർവം രാജ്യങ്ങൾക്ക് പിതാവുള്ളൂ. ഇന്ത്യയുടെ രാജ്യത്തിന്റെ പിതാവാണ് മഹാത്മാഗാന്ധി. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമിയും മനുഷ്യനും ജീവിക്കുന്ന കാലം വരെ എത്ര തലമുറ മാറി വന്നാലും ഇന്ത്യയുടെ പിതാവായി, രാഷ്ട്രപിതാവായി എല്ലാവരും പറയുന്നത് മഹാത്മാഗാന്ധി തന്നെയാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതൽ അറിയുന്നതും പഠിച്ചതും മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ പിതാവെന്നാണ്. പഴുവിൽ വെസ്റ്റ് കാക്കനാട്ട് ശ്രീ വിഷ്ണുമായ ഭദ്രകാളി ദേവസ്ഥാനത്ത് തോറ്റം വെള്ളാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച നൃത്തസംഗീതോത്സവത്തിന് സമാപനമായി. ആലപ്പാട് സൂര്യജ്യോതി കലാമന്ദിർ അവതരിപ്പിച്ച ക്ലാസിക്കൽ നൃത്തവും അഷിമ ദയ, ഇതൾ, മലഹാർ, ഇഷാനി, വിഷ്ണുദത്ത എന്നിവരുടെ നൃത്തവും അരങ്ങേറി. തുടർന്ന് പെരിങ്ങോട്ടുകര ശ്രീപാദം ടീമിന്റെ കൈകൊട്ടികളി നടന്നു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ആദരിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ജനാർദ്ദനൻ, സെക്രട്ടറി രാജൻ, രക്ഷാധികാരി ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി. തകർക്കണം, പദ തടുക്കണം, തലയെടുത്തു പോരിനി തുടങ്ങണം.
താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് പള്ളിയുടെ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ ടഡ്സ് കുന്നപ്പള്ളി നിർവഹിച്ചു. തിരുനാളാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പള്ളിയുടെ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നമ്മൾ നടത്തുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ തിരുനാളിനായിട്ട് ഒരുങ്ങി വരികയായിരുന്നു. 23-ാം തീയതി വെള്ളിയാഴ്ച കൊടിയേറി 30-31 തീയതികളിൽ നമ്മൾ തിരുനാൾ ആചരിക്കുന്നു. ഈ തിരുനാൾ അനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നമ്മുടെ ജീവിതങ്ങൾക്കും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ദേശത്തിനും ക്രിസ്തുവിന്റെ പ്രകാശം ചൈതന്യം നൽകുന്ന ഒരു അവസരമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തിരുനാളിലെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ട്രസ്റ്റിമാരായ സിജോ CJ, ഫിബി തോട്ടുങ്കൽ, ജനറൽ കൺവീനർ പ്രതീഷ് ജോസ് എന്നിവർ നേതൃത്വം നൽകി. 30-31 ഫെബ്രുവരി 1 തീയതികളിലാണ് തിരുനാൾ. തിരുനാൾ വരെ ദിവസവും വൈകിട്ട് 5:30 നവനാൾ തിരുക്കർമ്മങ്ങൾ, 30 രാവിലെ 6:30 തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിപ്പ്, തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് തൃപ്പയാർ കിഴക്കേ നടയിൽ നിന്നും പള്ളിയിലേക്ക് അമ്പപ്രദക്ഷിണം, 31 രാവിലെ 7 മണിക്ക് പ്രസിദ്ധേന്തി വാഴ്ച, വൈകിട്ട് 7 മണിക്ക് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന ഗാനമേള, തിരുനാൾ ദിവസമായ ഫെബ്രുവരി 1 9:30 തിരുനാൾ കുർബാന, വൈകിട്ട് പ്രദക്ഷിണം, ബാൻഡ് മേളം എന്നിവ നടക്കും. തെലങ്കാനയിൽ നടന്ന സദേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന നേട്ടം. തെലങ്കാനയിൽ നടന്ന സദേൺ ഇന്ത്യൻ സയൻസ് ഫെയറിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന നേട്ടം. സയൻസ് ഫെയറിലെ ഗ്രൂപ്പിന മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള മത്സരാർത്ഥികളിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ സനീൻ ജാസിം, കാർത്തിക് P പണിക്കർ എന്നിവരാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കി വിദ്യാലയത്തിനും നാടിനും അഭിമാനമായി മാറിയത്. തെലങ്കാനയിലെ ഗോഡിയൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് ജനുവരി 19 മുതൽ 23 വരെയാണ് സദേൺ ഇന്ത്യ സയൻസ് ഫെയർ നടന്നത്. സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ഇവർ ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടത്. മൂടൽ മഞ്ഞിനെ വെള്ളമാക്കി മാറ്റുന്ന ഫോഗ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ് ഇവർ വർക്കിംഗ് മോഡലിലൂടെ അവതരിപ്പിച്ചത്. അതുള്ളൊരു സംഭവമാണ്. സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യ ഉദിക്കുന്നതിന് മുമ്പും വരെ നിൽക്കുന്ന മൂടൽ മഞ്ഞ്, മോർണിംഗ് ഫോഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അതിനെ ആക്റ്റീവായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ അതിനൊരു സിസ്റ്റം ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്റ്റീവായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണിത്. നമ്മൾ ഗ്യാസിനൊക്കെ അയണൈസ് ചെയ്തിട്ട് വെള്ളത്തിനെ കൊണ്ടുവരും. നമ്മൊരു മെഷീനെ പോസിറ്റീവ്ലി ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ അയണൈസ് ചെയ്തിട്ട് നമുക്ക് ശേഖരിക്കാനും അന്തരീക്ഷത്തിലുള്ള മൂടൽമഞ്ഞിനെ ശേഖരിക്കാനും നമുക്ക് പിന്നെ കണ്ടൻസേഷൻ നമ്മൾ ഈ മെഷീനെ തണുപ്പ് വഴി ബാക്കിയുള്ള മൂടൽമഞ്ഞല്ലാത്ത അന്തരീക്ഷത്തിലുണ്ടല്ലോ ഹ്യൂമിഡിറ്റി നമുക്ക് കണ്ടൻസ് ചെയ്യാനും ചുറ്റോട്ടത്തുള്ള ഈ മൂടൽമഞ്ഞിനെ നമുക്ക് ഇങ്ങോട്ട് ഒരു ബിന്ദുവിലേക്ക് നമുക്ക് ശേഖരിക്കാനും നമുക്കതിനെ കുടിക്കാനും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി ജലസേചനത്തിന് ഇപ്പോൾ എന്താവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെസേർട്ട് ഏരിയസ് മരുഭൂമി പ്രദേശങ്ങളിലാണ്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി എനർജി യൂസ് ചെയ്യാൻ നമുക്ക് ഗ്രീൻ എനർജി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെൽ പവറാണ്. അപ്പോൾ നമുക്ക് മരുഭൂമിയിലാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് വിൻഡ് എനർജി, സോളാർ എനർജിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടർബൈൻസും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടർബൈൻസും സൺ ട്രാക്കിംഗ് സോളാർ സിസ്റ്റമാണ്. പ്രോജക്റ്റ് പറഞ്ഞ പോലെ ഇവർ ഒരുപാട് ഇതിൻ്റെ പുറകിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടീച്ചറുടെ സപ്പോർട്ടും നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇവരുടെ കൂടെ പോകാനൊക്കെ. സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സൗത്ത് ഇന്ത്യൻ മത്സരത്തിലേക്ക് കുട്ടികൾ പങ്കെടുക്കുന്നത്. സ്കൂളിലെ ഫിസിക്സ് അധ്യാപിക ജിജിയുടെ മേൽനോട്ടത്തിലാണ് ഇരുവരും പ്രൊജക്ട് തയ്യാറാക്കിയത്. ഇതേ വേദിയിൽ നടന്ന സദേൺ ഇന്ത്യ ക്വിസ് മത്സരത്തിലും ഇവർക്കായിരുന്നു ഒന്നാം സ്ഥാനം. കയ്പമംഗലം കൂരിക്കുഴി ചെറുവട്ടത്ത് അബ്ദുൾ ഷുക്കൂർ റൈഹാന ദമ്പതികളുടെ മകനാണ് സനീൻ ജാസിം. ചന്ദ്രാപിന്നി കണ്ണനാകുളം കളരിക്കൽ പ്രവീൺ രനിത ദമ്പതികളുടെ മകനാണ് കാർത്തിക് P പണിക്കർ. ഇരുവരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. തളിക്കുളം ബ്ലാങ്ങാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശീവേലി, അന്നദാനം, വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, രാത്രി തായമ്പക, ഗുരുതി ദർപ്പണം എന്നിവ നടന്നു. ഗജവീരൻ വടക്കുനാഥൻ ശിവൻ ഭഗവതിയുടെ തെടമ്പേറ്റി. ക്ഷേത്രം തന്ത്രി CP പ്രകാശൻ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് BM സജീവൻ, സെക്രട്ടറി അജയൻ, ട്രഷറർ സിനി സജിത്ത്, രക്ഷാധികാരികളായ രവീന്ദ്ര ബാബു, BN ജയാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. രാവിലെ പള്ളി ഉണർത്തൽ, ഗണപതി ഹോമം, ഉഷപൂജ, ആറാട്ട് ബലി, തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് കഞ്ഞി വിതരണം, തിരിച്ചെഴുന്നള്ളിപ്പ്, കൊടിയിറക്കൽ, കലശാഭിഷേകം, ശ്രീഭൂതബലി, വൈകിട്ട് ദീപാരാധന, രാത്രി അത്താഴപൂജ, വലിയ ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് ഇ കെ സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ സ്നിതീഷ് ENT, വൈസ് പ്രസിഡന്റ് രാജു, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ, രക്ഷാധികാരികളായ ജയതിലകൻ ഇയാനി ഞായക്കാട്ട്, രാമകൃഷ്ണൻ ഇയാനിത്തറ, ഡോക്ടർ സുരേഷ് ഇയാനി കോറോത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃപ്പയാർ ബീച്ച്, പനയ്ക്കൽ, പാണ്ഡികശാലയ്ക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, പറന്നിറക്കൽ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ്, താലം എഴുന്നള്ളിപ്പ്, ദീപാരാധന, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, രാത്രി അത്താഴപൂജ, തായമ്പക, മഹാഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ TS വിജയൻ മുഖ്യകാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ PM, സെക്രട്ടറി വിജയൻ PK, ട്രഷറർ ജനാർദ്ദനൻ PS, രക്ഷാധികാരി രഞ്ജിത്ത് PR എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
വോട്ടർമാരെ ഒഴിവാക്കാൻ BJPയുടെ നീക്കമെന്നാരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ തളിക്കുളം പഞ്ചായത്തിലെ ബൂത്ത് 16, 17 BLOമാർക്കാണ് വോട്ട് ഒഴിവാക്കാൻ നിലവിൽ വോട്ടുള്ളവരുടെ പേരുകൾ എപ്പിക് നമ്പർ ഉൾപ്പെടെ ചേർത്ത് അപേക്ഷ നൽകിയത്. 16ാം ബൂത്തിലെ BLOയ്ക്ക് 97 വോട്ടർമാരെ നീക്കം ചെയ്യാനും 16ാം ബൂത്തിലെ BLOയ്ക്ക് 70ഉമാണ് വോട്ട് ഒഴിവാക്കാൻ ലിസ്റ്റ് നൽകിയത്. നിലവിൽ വിവിധ ബൂത്തുകളിൽ വോട്ടുള്ളവരുടെ വോട്ടാണ് ഒഴിവാക്കാൻ ശ്രമമുണ്ടായത്. ഇതറിഞ്ഞ് CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബുവിന്റെ നേതൃത്വത്തിൽ തളിക്കുളം വില്ലേജ് ഓഫീസിലെത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് 16, 17 ബൂത്തുകളിലെ വോട്ടർമാർ അല്ലാത്തവരായതിനാൽ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. CC മുകുന്ദൻ MLA, ലോക്കൽ സെക്രട്ടറി EPK സുഭാഷിതൻ, അലോക് മോഹൻ, KK സൈനുദ്ദീൻ, TK വിമല, PS ഗിരീഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്തിലും തീരദേശത്തെ വിവിധ പഞ്ചായത്തുകളിലും വോട്ട് വെട്ടാൻ ശ്രമം നടന്നതായി ആരോപണമുണ്ട്. വലപ്പാട് ചെരുവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, കലശപൂജ, കാഴ്ചശീവേലി, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ മുഖ്യകാർമ്മികനായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം യൂണിറ്റിന്റെ പൊതുസമ്മേളനവും അവാർഡ് വിതരണവും നടന്നു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AR ഉന്മേഷ് അധ്യക്ഷനായി. KSSPU തൃശൂർ ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മുഖ്യാതിഥിയായി. KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം TC റീത്ത ഹരിദാസ്, MV മോഹനൻ, A ബാലസുബ്രഹ്മണ്യൻ, TV വേണുഗോപാലൻ, MV ജയപ്രകാശൻ, VG പ്രസന്നകുമാരി, ലതിക, TK സരോജിനി, വത്സ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മറ്റ് നമ്മുടെ സംഘടന നമ്മൾ ലഭിക്കേണ്ടത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനാവശ്യമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോയ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ പൊതുയോഗത്തിൽ സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ജില്ലയിൽ നിന്ന് ജില്ലാ ഭാരവാഹികളെ റിപ്പോർട്ടിങ്ങിനായി നമ്മൾ നിയോഗിക്കുന്നു. അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ ഗാനമേള A ഗ്രേഡ്, മൃദംഗം A ഗ്രേഡ്, തായമ്പക B ഗ്രേഡ് എന്നിവ കരസ്ഥമാക്കിയ KM ദേവർഷിനെ താന്നി മണ്ഡലം കോൺഗ്രസ് 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വസതിയിലെത്തി അനുമോദിച്ചു. തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും കൈപ്പുള്ളി മനേഷ്, വിജിത എന്നിവരുടെ മകനുമാണ് ദേവർഷ്. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. താന്നി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ മുഖ്യാതിഥിയായിരുന്നു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ, കോൺഗ്രസ് നേതാക്കളായ ബിനോഷ് വടക്കേടത്ത്, സലീഷ് കരിപ്പാറ, ഷിബിത സലീഷ്, ശിവജി കൈപ്പുള്ളി, തിലകൻ BK എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കണ്ടശങ്കടവ് മാമ്പള്ളി ഞെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തിസാന്ദ്രമായി. പ്രതിഷ്ഠാദിനമായ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് മുത്തപ്പന് കളം, രാത്രി 7 മണിക്ക് ഭദ്രകാളി ദേവിക്ക് രൂപക്കളം എന്നിവ നടത്തി. ചൊവ്വാഴ്ച രാവിലെ വീരഭദ്രസ്വാമിക്ക് കളം, വൈകിട്ട് ഹനുമാൻ സ്വാമിക്ക് കളം, രാത്രി 8:30 വിഷ്ണുമായ സ്വാമിക്ക് കളവും ഉണ്ടായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് നക്ഷത്ര ടീം അവതരിപ്പിച്ച വീരനാട്യം, തുടർന്ന് ഐവർ കളിയും നടന്നു. ഉത്സവ ദിവസമായ വ്യാഴാഴ്ച രാവിലെ ശീവേലി, വൈകിട്ട് 3 ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടിയ എഴുന്നള്ളിപ്പും നടത്തി. രാത്രി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, തുടർന്ന് രാത്രി പൂരം എഴുന്നള്ളിപ്പും കാളകളിയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് നിരവധി ഭക്തർ പങ്കെടുത്തു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്ര മഹോത്സവം 31 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് 6-ന് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റ്, രാത്രി 8-ന് ശാസ്താംപാട്ട്, ഫെബ്രുവരി 1-ന് രാത്രി 8-ന് കൈകൊട്ടിക്കളി, 9 മണിക്ക് ഗാനമേള, ഫെബ്രുവരി 2-ന് രാത്രി 8 മണിക്ക് വിവിധ കലാപരിപാടികൾ, 3-ന് രാവിലെ 8:30 മുതൽ പാൽക്കാവടി ആഘോഷം, രാത്രി 8-ന് ചിന്തുപാട്ട്, രാത്രി 8:15 മുതൽ ഭസ്മക്കാവടി, ഫെബ്രുവരി 4-ന് രാവിലെ 9:30-ന് പ്രഭാത ശീവേലി, വൈകിട്ട് 3 ഗജവീരന്മാരെ അണിനിരത്തി പകൽപൂരം, വൈകിട്ട് 7-ന് ദീപാരാധന, തകിൽ മേളം, തുടർന്ന് വർണ്ണമഴ, രാത്രി 8:30-ന് തായമ്പക, 10 മണിക്ക് പള്ളിവേട്ട, തുടർന്ന് രാത്രി പൂരം,
ഫെബ്രുവരി 5 രാവിലെ 9 ആറാട്ട്, തുടർന്ന് ആറാട്ട് കഞ്ഞി വിതരണം എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ടി എം മുരളി, സെക്രട്ടറി ടി എൻ അശോകൻ, കമ്മിറ്റി അംഗങ്ങളായ പി കെ തമ്പി, ടി എസ് ശ്രീജിത്ത്, ക്ഷേത്രം PRO KR സത്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കുഞ്ഞുത്സവം, അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK സക്കരിയ അധ്യക്ഷത വഹിച്ചു. ശിശു വികസന പദ്ധതി ഓഫീസർ KK ലളിത മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ലുബ്ന ജിനൂബ്, രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, PM സൈനുദ്ദീൻ, നഖിത സലീം, ജിസ്നി ഷാജി, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, ICDS സൂപ്പർവൈസർ KR വൈദേഹി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നമ്മുടെ കുഞ്ഞുത്സവം ആഘോഷമാക്കി തീർക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ എല്ലാ അംഗൻവാടി കൊച്ചുമക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ് ഇല്ലേ? അപ്പൊ നമ്മളിവിടെ എന്താണ് പ്രസംഗത്തിന് പ്രസക്തി ഇല്ല. എന്റെ മക്കളുടെ ഉള്ളിൽ ആഗ്രഹം എന്തായിരുന്നു? എന്റെ മക്കളുടെ ആഗ്രഹം എന്താണ്? വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. KPCC മെമ്പർ CI സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി CM നൌഷാദ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KB സിജിത്ത്, ബ്ലോക്ക് ഭാരവാഹികളായ CM ശിവപ്രസാദ്, RE അബ്ദുൽ നാസർ, IP പ്രഭാകരൻ, സുഗന്ധിനി ഗിരീഷ്, CM രഘുനാഥ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് PV ഉണ്ണികൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറി ഷമീർ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ഫാത്തിമ ജലീൽ, RM ഷരീഫ്, ഷംസാദ്, നസീർ അമ്പലത്ത്, TK രഘു, സലീം, വിജിത, ഷംസു, സെയ്ദ് മുഹമ്മദ്, ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. കഴിമ്പ്രം ബീച്ചിൽ നടന്ന 11ാമത് മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയിക്ക് സമ്മാനമായ സുസുക്കി സ്കൂട്ടർ കൈമാറി. 1ാം സമ്മാനം നേടിയ വർഗീസ് എടത്തിരുത്തിക്കാണ് സമ്മാനം കൈമാറിയത്. മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ സംഘാടക സമിതി ജനറൽ കൺവീനർ രാമചന്ദ്രൻ ഏറാട്ടും വർക്കിംഗ് ചെയർമാൻ ഷിബു നെടിയിരിപ്പിലും ചേർന്നാണ് സമ്മാനം വിജയിക്ക് കൈമാറിയത്. സംഘാടക സമിതി ഭാരവാഹികളായ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷജിത്ത്, ഖജാൻജി PS നിമോദ്, ഹിറാലാൽ PB, NV ദേവൻ, ഗിരീഷ് കോവിൽ തെക്കേവളപ്പിൽ, AV ദാസൻ എന്നിവർ സമ്മാനദാന ചടങ്ങിന് നേതൃത്വം നൽകി. ഈ സാമ്പത്തിക സമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്താറുള്ള സമ്മാന കൂപ്പണിൻ്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗ്യശാലികളെ ആ ലക്ഷങ്ങളുടെ നിറവിൽ സമ്മാന കൂപ്പണിലൂടെ തിരഞ്ഞെടുത്തത്. 1ാം സമ്മാനമായിട്ട് 2 വീലർ സുസുക്കി നമ്മുടെ വർഗീസ് എടതിരിഞ്ഞിലുള്ള ആൾക്കാണ് സമ്മാനം ലഭിച്ചത്. ഏങ്ങണ്ടിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ശാസ്താമംഗല ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ ബലി നടന്നു. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, വിശേഷാൽ പൂജകൾ, ഉച്ചപൂജ, ഉത്സവ ബലി, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി NV ബൈജുരാജ്, മുനമ്പം വേലുണ്ണി ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫെബ്രുവരി 1 തൈപ്പൂയ മഹോത്സവം. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി താന്യം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ആൻഡോ തുറയനെ തെരഞ്ഞെടുത്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നിയമന ഉത്തരവ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കൈമാറി. വാടനപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസ് വിമുക്തി ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് പരിപാടി സംഘടിപ്പിച്ചു. വിമുക്തി മിഷന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ രക്തദാനം, വ്യായാമം എന്നിവ സംബന്ധിച്ച അവബോധവും
NDPS നിയമങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാന ക്ലാസുമുണ്ടായിരുന്നു. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ CC മുകുന്ദൻ MLA ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS റഹ്മത്തുള്ള, ജനപ്രതിനിധികളായ PI ഷൌക്കത്ത് അലി, നീന സുഭാഷ്, ജോളി ബാബു, ബാബു വല്ലത്ത്, തളിക്കുളം ഗവൺമെന്റ് സ്കൂൾ PTA പ്രസിഡന്റ് MS സജീഷ് എന്നിവർ സംസാരിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ റിൻഡോ CJ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തളിക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തക ആതിര വ്യായാമം, രക്തദാനം എന്നിവയുടെ ആവശ്യകതയെ സംബന്ധിച്ച് സന്ദേശം നൽകി. ലഹരി നിയമങ്ങളെക്കുറിച്ചും NDPS നിയമങ്ങളെക്കുറിച്ചും ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് അംഗം പ്രീമോൻ P. ഗീവർ ക്ലാസ് എടുത്തു. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും SPC അംഗങ്ങളും പങ്കെടുത്ത ബോധവൽക്കരണ റാലിയും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നാട്ടിക നിയോജകമണ്ഡലമായി ബന്ധപ്പെട്ട പ്രോഗ്രാം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ നമ്മുടെ വാടാനപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു മേഖലയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോഗ്രാം. പക്ഷേ മറ്റൊന്ന് അന്തിക്കാട് മേഖലയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥാപനം ഉണ്ടായിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ ചേർപ്പ് മണ്ഡലത്തിൽ ചേർപ്പ് പഞ്ചായത്തിൽ ഒരു സ്ഥാപനം കൂടിയാണ്. 3 വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സ്റ്റാൾ തുറന്നു. നാളിതുവരെ 180 പേരുടെ നേത്രങ്ങൾ ദാനം ചെയ്യുന്നതിന് സൊസൈറ്റി നേതൃത്വം നൽകി. അതിലൂടെ 360 പേരെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞു. എങ്ങണ്ടിയൂർ, വാടനപ്പള്ളി, തളിക്കുളം പഞ്ചായത്തുകളിൽ ഡയാലിസിസിന് വിധേയരാകുന്നവർക്ക് മാസത്തിൽ 1 ഡയലൈസർ കിറ്റ് നൽകി വരുന്നുണ്ട്. കൂടാതെ കിടപ്പ് രോഗികൾക്ക് വാട്ടർ ബെഡ്, എയർ ബെഡ്, വീൽചെയർ എന്നിവയും നൽകുന്നുണ്ട്. വികാരി ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചെറമേൽ, സൊസൈറ്റി പ്രസിഡന്റ് MT ഫ്രാൻസിസ്, സെക്രട്ടറി PV ലോറൻസ്, ട്രഷറർ EA ബാബു, വൈസ് പ്രസിഡന്റ് ML സെബാസ്റ്റ്യൻ, നേത്രദാന സമിതി കൺവീനർ അഡ്വക്കേറ്റ് PF ജോയ്, ജോയിന്റ് കൺവീനർ CA ലോനപ്പൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളിയിലെ ഈ സൊസൈറ്റി സ്ഥാപിതമായിട്ട് 63 കൊല്ലം കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ് നേത്രദാനം. ഇന്ന് ഏകദേശം 180 പേരുടെ നേത്രപടലങ്ങൾ നമുക്ക് ദാനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി 360 പേരെ കാഴ്ചയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ, കൈപ്പിടിച്ചുയർത്താൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. ഒപ്പം ഡയാലിസിസിന് വിധേയമാകുന്ന സഹോദരങ്ങളെ നമ്മളിവിടെ സഹായിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ 32 ഡയാലിസിസിനുള്ള ഏങ്ങണ്ടിയൂര്, വാടാനപ്പള്ളി, തളിക്കുളം പഞ്ചായത്തിലെ ഡയാലിസിസിന് വിധേയരാകുന്ന 32ഓളം പേരെ നമ്മൾ എല്ലാ മാസവും സഹായിച്ചു വരുന്നു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ റാലി നടത്തി. വിവിധ ദേവാലയങ്ങളിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.